പെരിയാർ ടൈഗർ റിസർവിനോടനുബന്ധിച്ചുള്ള തേക്കടിയിൽ ഒരു ബോട്ട് യാത്ര നടത്തിയാലോ? ഇന്ന് അതിൻ്റെ വിശേഷമാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് എൻട്രി പാസ് എടുക്കണം. എൻട്രി പാസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ വാഹനത്തിൽ നമ്മളെ അവർ കാടിനുള്ളിൽ കൂടി ബോട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ആ പോകുന്ന യാത്രയിൽ തന്നെ നമുക്ക് പല കാഴ്ചകളും കാണാൻ സാധിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെയൊക്കെ കാണാം. ഞങ്ങൾക്ക് ഏതായാലും ഒരു കേഴമാനെ കാണാൻ പറ്റി കേട്ടോ. അതവിടെ വന്ന് പുല്ലൊക്കെ തിന്നുന്നുണ്ട്, അതിനെയൊക്കെ കണ്ടു. വേറെ മൃഗങ്ങളെയൊന്നും കാണാനായിട്ട് പറ്റിയില്ല. പിന്നെ ഒന്ന് രണ്ട് കുരങ്ങുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, കറുത്ത കളറിലൊക്കെയുള്ള നല്ല കുരങ്ങൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ബോട്ടിങ്ങിന് അവിടെ വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് വേണം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ബോട്ടുകളും ഒന്നിച്ചാണ് പുറപ്പെടുന്നത്. അതിന് കറക്റ്റ് സമയമുണ്ട്, ഷെഡ്യൂളുണ്ട്. അപ്പോൾ നമ്മൾ 9:30 ഷെഡ്യൂളിനാണ് കയറിയത്. പിന്നീട് ബോട്ട് യാത്രയാണ്. എല്ലാ ബോട്ടുകളും തന്നെ ഒരുമിച്ച് ആണ് യാത്ര തുടങ്ങുന്നത്. നമ്മളെ ലൈഫ് ജാക്കറ്റുകളൊക്കെ അവർ ഇടിയിപ്പിക്കും കേട്ടോ. അങ്ങനെ വളരെ സുരക്ഷിതമായിട്ട് തന്നെയാണ് യാത്ര പോകുന്നത്. അപ്പോൾ യാത്രയിലുടനീളം നമുക്ക് പലതരം പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ കാണാനുള്ള അവസരമുണ്ട്. പിന്നെ നമുക്ക് ഭാഗ്യമുണ്ടാവണം. എല്ലായ്പ്പോഴും മൃഗങ്ങൾ അവിടെ ഉണ്ടാവും എന്നൊന്നും പറയാനായിട്ടൊന്നും പറ്റില്ല. ആനേനെയൊക്കെ കാണാൻ ചില സമയങ്ങളിൽ പറ്റാറുണ്ട് എന്ന് പറയാറുണ്ട്. നമുക്ക് ആനേനെയൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ യാത്ര വളരെ മനോഹരമാണ്. കാരണം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ അവിടുത്തെ വെള്ളം എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ആലപ്പുഴയൊക്കെ ബോട്ട് യാത്രയൊക്കെ നടത്താറുണ്ട്. പക്ഷേ അപ്പോൾ എനിക്ക് അവിടെ പോയപ്പോൾ ആ സ്മെല്ല് ഒരു ഭയങ്കര പ്രശ്നമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ ശുദ്ധമായ ജലത്തിൽ കൂടെ വളരെ കാം ആൻഡ് ക്വയറ്റ് എന്ന് പറയുന്ന ഒരു യാത്രയാണ്. മുൻപേ പോകുന്ന ബോട്ടുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. എല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി ആ പോകുന്ന വഴിക്ക് തന്നെ കണ്ടോ, ഇതൊരു കൃത്രിമ തടാകമാണ്. കാരണം മനുഷ്യനിർമ്മിതമാണ്. പണ്ടിവിടെ വനമായിരുന്നൊരു പ്രദേശമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് രൂപപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ നിർമ്മിച്ചപ്പോൾ ഉണ്ടായ ഒരു തടാകമാണിത്. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെയാണ് കാണാനായിട്ട് സാധിക്കും. മരക്കുറ്റികളൊക്കെ നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ മരക്കുറ്റികളിലൊക്കെ വിവിധ തരം കൊക്കുകൾ, കാക്കകൾ, പക്ഷികളൊക്കെ ഇരിപ്പുണ്ട്. ചിലതിലൊക്കെ അതിൻ്റെ കൂടുണ്ട്. ഇതവിടെ ഒരു കാട്ടുപന്നിയും കുഞ്ഞുങ്ങളും മേയുന്നതാണേ. ഇച്ചിരി ദൂരെയാണ്, അതുകൊണ്ട് തന്നെ ഇത്രയ്ക്കുള്ള ക്ലാരിറ്റി ആ വീഡിയോയ്ക്കുള്ളൂ. എങ്കിലും നമുക്കതിനെ കാണാനായിട്ട് സാധിച്ചു. പിന്നീട് നമ്മൾ പോയപ്പോൾ നമ്മൾ കണ്ടുമുട്ടിയ മറ്റു മൃഗങ്ങൾ ഒക്കെ നമുക്ക് കാണാം. ഇതുപോലെ നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ വെള്ളം പരന്ന് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്രദേശവും കണ്ടാൽ ഏകദേശം ഒരുപോലെ ഇരിക്കും. പക്ഷെ നല്ല മനോഹരമാണ്. ദൂരെയായിട്ടുള്ള ഒരു കാടിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ നല്ല തെളിഞ്ഞ വെള്ളം കിടക്കുന്നു. അപ്പോൾ മനുഷ്യൻ കൈ കടത്താതിരുന്നെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കും. എന്നിട്ട് നമ്മളോടൊപ്പം തന്നെ യാത്ര ചെയ്ത ഒരു ബോട്ടാണ്. അതെന്താണെന്ന് അറിഞ്ഞുകൂടാ. അതിനപ്പുറത്ത് എന്തോ ഒരു നിർമ്മിതിയുണ്ട്, എന്നതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അവിടെ കുറച്ച് പേരെ ഇറക്കി വിടുന്നതും കണ്ടു. വിട്ടിട്ട് ആ ബോട്ട് വരുന്നതാണ്. നമ്മളോടൊപ്പം നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു ബോട്ടാണ്. അതിൻ്റെ മുകളിലത്തെ ഡെക്കിലൊക്കെ വിദേശികളൊക്കെ ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്ക് ഇച്ചിരി കൂടെ ഫീസ് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ഇന്ത്യൻസിനുള്ള ഫീസല്ല, അവർക്കുള്ള ഫീസ് വ്യത്യാസമുണ്ട്. പിന്നെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് ഇത് കണ്ടോ, കുറച്ച് അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ മാൻകൂട്ടമുണ്ട്, വളരെയധികം ഉണ്ട്. നമുക്ക് പക്ഷേ അത് വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ വ്യക്തമല്ല, വളരെ ദൂരെ ആയതുകൊണ്ട് തന്നെ സൂം ചെയ്തെടുക്കുമ്പോൾ വ്യക്തമില്ല. അവിടെ പക്ഷേ ഒരു കൂട്ടം മാനുകൾ ആ മരത്തിൻ്റെ ചോട്ടിൽ അവിടെ ഉണ്ട് കണ്ടോ. വളരെ അവ്യക്തമായിട്ടേ കാണാൻ സാധിക്കുകയുള്ളൂ. അവിടെ ഉണ്ട്, പക്ഷേ നമുക്ക് നേരിട്ടത് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഇതുകൊണ്ട് ആ മരങ്ങളൊക്കെ അങ്ങനെ പല ഷേപ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, മരത്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ അറ്റത്തൊക്കെ ചിലതിൽ പക്ഷികൾ കൂട്ടിയിട്ടുണ്ട്. പക്ഷികൾ ധാരാളം ഇരിപ്പുണ്ട് മിക്ക മരത്തിലും. നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളൂ. പിന്നെ മീനൊക്കെ ഇങ്ങനെ പൊങ്ങിച്ചാടുന്നൊക്കെ ഇടയ്ക്ക് കാണാം. പക്ഷേ നമ്മൾ വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്ക് അതൊക്കെ എവിടെയെങ്കിലും പോകും. പിന്നെ കണ്ടത് കാട്ടുപോത്തുകളാണ് കേട്ടോ. കണ്ടോ, സൂക്ഷിച്ച് നോക്കിയാൽ അവിടെ കാണാം കാട്ടുപോത്തുകൾ. അവിടെ കുറേ എണ്ണം. എനിക്കൊന്ന് വെള്ളം കുടിച്ചിട്ട് അതുങ്ങൾ പോകുന്നതാണ്. ദൂരേന്ന് എടുക്കുന്നത് കൊണ്ടാണ് ഇത്ര ഒരു ക്ലാരിറ്റി ഇല്ലാതെ വരുന്നത്. എന്നാലും കാണാം, മനസ്സിലാകും. കാട്ടുപോത്തിനെ കണ്ടാൽ മനസ്സിലാകും. കണ്ടോ അപ്പുറം നിൽക്കുന്നത് കുറേ എണ്ണമുണ്ട്. അതുങ്ങൾ വെള്ളം കുടിച്ചിട്ട് പോവുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ നമുക്ക് ഇത്രയും മൃഗങ്ങളെയൊക്കെയാണ് കാണാൻ സാധിച്ചത്. കണ്ടോ, കാട്ടുപോത്തിനെയൊക്കെ കാണാം. നമ്മൾ ഒരു പക്ഷേ വൈകുന്നേരത്തെ ട്രിപ്പിനൊക്കെ വന്നിരുന്നെങ്കിൽ ആനയൊക്കെ കാണാൻ പറ്റുമായിരിക്കും. കാരണം രാവിലെ ആയതുകൊണ്ട് അതുങ്ങളൊന്നും ഇറങ്ങിയിട്ട് ഇല്ലാത്തതായിരിക്കണം.
ഏതായാലും നമ്മളെന്തായാലും ഒന്ന് പോയി നോക്കേണ്ടതാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഈ ബോട്ടിംഗ് ഒക്കെ ഒന്ന് നടത്തി നോക്കണം. വളരെ കാം ആൻഡ് റിലാക്സിങ് ആയ അന്തരീക്ഷമാണ്. പിന്നെ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കൈ കരുതുവാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. കാരണം കുറേ നേരത്തെ ബോട്ടിംഗ് ഉണ്ട്. കുറേ കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കാനൊരു സാധ്യതയുണ്ട്. കാരണം ഏകദേശം ഒരേപോലത്തെ തന്നെ കാഴ്ചകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ എന്തെങ്കിലും സ്നാക്സോ വെള്ളമോ ഒക്കെ കയ്യിൽ കരുതിയാൽ ഒരു പക്ഷേ നമുക്ക് നന്നായിട്ട് യാത്ര എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വളരെ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ച് വളരെ മനോഹരവും വൃത്തിയുമുള്ള സ്ഥലത്തൂടെയൊക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വീണ്ടും ഒന്നും കൂടെ പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വീട്ടിലെല്ലാവരെയൊക്കെ ആയിട്ട് ഒന്നും കൂടെ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഏതായാലും യാത്ര മനോഹരമായിരുന്നു. ഇനിയും ഇതുപോലെയുള്ള എല്ലാ കാഴ്ചകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരും. ഇന്ന് താങ്ക് യു.